നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും വൈഫൈ കണക്ഷൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡർ ആയിരിക്കും നിങ്ങൾക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളെ വൈഫൈ കണക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്പീഡ് കുറവ്, അല്ലെങ്കിൽ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറവ്, അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് കുറവ്, ഒരു കവറേജ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സർവീസ് പ്രൊവൈഡറിനെ എത്ര വിളിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ശരിയായിന്നും വരത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സർവീസ് പ്രൊവൈഡർ തന്നിരിക്കുന്ന ഒരു മോഡം ഉണ്ടല്ലോ, അതിൽ ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രെങ്തും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സിഗ്നലും നമുക്ക് വൈഫൈയിൽ ലഭിക്കാത്തത്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു നല്ല മോഡം വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് സ്കോപ്പസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ മോഡം വലിയ കുഴപ്പമില്ല എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഞാൻ ഇത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള മോഡം വെക്കണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പുതിയ മോഡം വാങ്ങി അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സർവീസ് പ്രൊവൈഡറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ വാങ്ങാൻ പോകുന്ന ONT അവരുടെ സർവീസിൽ സപ്പോർട്ടഡ് ആണോ എന്നുള്ള കാര്യം ആദ്യം കൺഫേം ചെയ്തതിന് ശേഷം മോഡം വാങ്ങുക. ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് സ്കോപ്പസ് ആണ്. സ്കോപ്പസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് സർവീസ് നടത്തുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സർവീസ് പ്രൊവൈഡർമാരും ഈ ഒരു ONT സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മോഡം വാങ്ങിയത്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാങ്ങാൻ പോകുന്ന മോഡം സിംഗിൾ ബാൻഡ് ആണോ ഡ്യുവൽ ബാൻഡ് ആണോ, അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എത്ര MBPS വരെ ഇത് സപ്പോർട്ടഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ വാങ്ങിയിരിക്കുന്നത് ഒരു ഡ്യുവൽ ബാൻഡ് മോഡമാണ്. ഇനി നമുക്ക് എന്താണ് സിംഗിൾ ബാൻഡും ഡ്യുവൽ ബാൻഡും എന്നുള്ളത് നോക്കാം. സിംഗിൾ ബാൻഡ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 2.4 GHz സിഗ്നൽ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ സിഗ്നൽ ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചില അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബാൻഡ് മോഡത്തിന്റെ റേഞ്ച് വളരെ കൂടുതലായിരിക്കും. അതായത് ഫ്രീക്വൻസി കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ റേഞ്ചിലേക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന ഡിസ്അഡ്വാൻറ്റേജ്, ഡേറ്റ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കുറവാണെങ്കിലും കുറച്ച് കൂടുതൽ റേഞ്ചിലാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സിംഗിൾ ബാൻഡ് മോഡം ഓക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ ഈ പ്രസന്റ് ടൈമിൽ നിങ്ങൾ സിംഗിൾ ബാൻഡ് മോഡം മേടിക്കുന്നത് അബദ്ധമായിരിക്കും. ഡ്യുവൽ ബാൻഡിലേക്ക് പോവുക. ഡ്യുവൽ ബാൻഡ് മോഡത്തിൽ നിങ്ങൾക്ക് 2.4 GHz 5 GHz ഒരേപോലെ തന്നെ ലഭിക്കുന്നതാണ്. ഡ്യുവൽ ബാൻഡ് മോഡത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ഡേറ്റ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. 5 GHz ഫ്രീക്വൻസിയാണ് ഇതിൽ ലഭിക്കുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഡ്യുവൽ ബാൻഡ് മോഡം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2.4 GHz 5 GHz ഒരേ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ മോഡത്തിന്റെ അടുത്ത് നിന്നാണ് നെറ്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 5 GHz യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ 2.4 GHz യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സിംഗിൾ ബാൻഡ് മോഡം ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഈ 2.4 മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഡ്യുവൽ ബാൻഡ് മോഡം തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ വാങ്ങിയ മോഡം ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. ഈ മോഡത്തിന്റെ പ്രത്യേകതയായിട്ട് ആദ്യം എനിക്ക് തോന്നുന്നത് ഇതൊരു ചൈനീസ് ബ്രാൻഡ് അല്ല എന്നുള്ളതാണ്. ഇതൊരു യൂറോപ്യൻ കമ്പനിയാണ്. പല കമ്പനികൾക്കും അവരുടെ ബ്രാൻഡ് നെയിമിൽ ഇതേപോലുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു യൂറോപ്യൻ ബ്രാൻഡാണ് ഈ സ്കോപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എവിടെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട്, മെയ്ഡ് ഇൻ തായ്വാൻ ആണ്. അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വാറന്റി കാർഡും യൂസർ മാനുവലും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയ ONT കാണാനായിട്ട് സാധിക്കും. വൈറ്റ് കളറിലാണിത്. അതേപോലെ തന്നെ ഒരു പവർ അഡാപ്റ്റർ ഇതിനോടൊപ്പം ലഭിക്കുന്നു. ഇഥർനെറ്റ് കേബിൾ ലഭിക്കുന്നുണ്ട്. ടെലിഫോൺ ലൈനും ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷെങ്കിൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഇനി ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 11 LED സ്റ്റാറ്റസ് നോട്ടിഫിക്കേഷൻ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതേപോലെ 4 വൈഫൈ ആന്റിനാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആന്റിനാസ് ആണ് നൽകിയിരിക്കുന്നത്. 5 GHz 2 ആന്റിനയും 2.4 GHz 2 ആന്റിനയുമാണ് ഇവിടെ യൂസ് ആകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 4 ആന്റിനാസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്, പിന്നെ ഇതിൽ റീസെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 2 LAN ഔട്ട്പുട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഇവിടെ ടെലിഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് PON പോർട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എടുക്കാനുള്ള പോർട്ടും നൽകിയിട്ടുണ്ട്. ഇനി ഈ മോഡത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് പറയാം. മോഡത്തിനുള്ളിൽ ഒരു പ്രോസസ്സർ നൽകിയിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലുള്ളതുപോലുള്ള ഒരു പ്രോസസ്സർ ഉണ്ട്. അത് മീഡിയാടെക്കിന്റെ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. EN7528FCU എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല പ്രോസസിംഗ് കപ്പാസിറ്റിയോടെ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നൽകിയിട്ടുള്ള 2 LAN പോർട്ടിൽ നിന്നും 1000 MB സ്പീഡ് ലഭിക്കും. ഡയറക്റ്റ് ആയിട്ട് LAN കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1000 MBPS, അതായത് മാക്സിമം നമുക്ക് എത്രയും കിട്ടുമോ അത്രയും സ്പീഡിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി മോഡത്തിന്റെ വൈഫൈ കൺട്രോൾ പാനലിലേക്ക് പോകാനും വളരെ ഈസിയാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ അതിനുള്ള URL കൊടുത്തിട്ടുണ്ട്. 192.168.
20.1 എന്നുള്ള URL പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഇവിടെ തന്നെ കിട്ടും. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൺട്രോൾ പാനലിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ കൺട്രോൾ പാനലിന്റെ ഇന്റർഫേസ് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിന് തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RF പവർ നൽകിയിരിക്കുന്നത് 20 dBm ആണ്. അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്ന ആന്റിനാസ് 5 dBi ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇതിന് കംപ്ലൈൻസ് വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് വൈഫൈയുടെ റേഞ്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കിട്ടണം, അതാണ് നിങ്ങളുടെ മെയിൻ പർപ്പസ് എന്നുണ്ടെങ്കിൽ സ്കോപ്പസിന്റെ സിംഗിൾ ബാൻഡ് മോഡോ എടുക്കാം, 2.4 GHz മോഡോ എടുക്കാം. ഏറ്റവും കൂടുതൽ റേഞ്ചിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി കിട്ടുന്ന മോഡമാണ് സ്കോപ്പസിന്റെ സിംഗിൾ ബാൻഡ് മോഡോ. ഒപ്പം തന്നെ ഇതിൽ ഫയർവാൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരുപാട് സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ഫയർവാൾ ഇതിനുള്ളിൽ തന്നെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെക്യൂരിറ്റിയോട് ഈ ഒരു മോഡം ഉപയോഗിക്കുമ്പം ലഭിക്കുന്നതാണ്. ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഡ്യുവൽ ബാൻഡ് മോഡോ ആണ്. 2550 രൂപയാണ് ഇതിന്റെ വില. സിംഗിൾ ബാൻഡ് മോഡവും അവൈലബിൾ ആണ്. ഞാൻ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അക്സസറീസ് ഇതേപോലെയുള്ളത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിക്കാം. നിങ്ങളൊരു മോഡം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറുമായി ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇതിന്റെ ONT കറക്റ്റായിട്ട് അവരുടെ സർവീസിൽ സപ്പോർട്ടഡ് ആണോ എന്നുള്ള കാര്യം കൂടെ ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ മോഡം പർച്ചേസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ പുറകെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നല്ലത് കസ്റ്റമർ കെയറുമായിട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഏത് മോഡമാണ്, ആ മോഡം സപ്പോർട്ടഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾ വാങ്ങുക, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഉപയോഗിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.